മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ കേരളത്തിൽ വികസന പദ്ധതികൾ നടക്കുന്നില്ലെന്ന് പരാതി പറഞ്ഞിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഈ അപാകത പൂർണ്ണമായും പരിഹരിക്കാനായെന്ന് മുഖ്യമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. കൊല്ലം ബൈപ്പാസും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ഇതിന്റെ ഉദാഹരണമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ LDF ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറെ ആളുണ്ട് തോന്നുന്നല്ലേ? വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണല്ലേ ഒരു യോഗത്തിൽ അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എന്തും കാണിക്കാനുള്ള ഒരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. ഇവിടെ LDF ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ BJP പ്രവർത്തകരുടെ ആസൂത്രിത ശ്രമം. ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ BJP പ്രവർത്തകരെ മുഖ്യമന്ത്രി വേദിയിൽ വെച്ച് താക്കീത് ചെയ്തു. പ്രധാനമന്ത്രിയെ കാണാൻ ഞങ്ങൾ ചെന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തില് പലതും ശരിയായി നടപ്പാക്കുന്നില്ല. ഞാൻ ചോദിച്ചു ഉദാഹരണം എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈൻ. ഞാൻ പറഞ്ഞു അടുത്ത തവണ നമുക്ക് കാണുമ്പോൾ അതിൽ മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇപ്പോ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ എനിക്ക് പറയാൻ കഴിയും, കേരളം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു. നടക്കില്ല എന്ന് കരുതിയ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നു. പ്രളയം വന്നിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ ഒട്ടേറെ പദ്ധതികൾ, ദേശീയപാത വികസനം, ഇപ്പൊ നാം ഉദ്ഘാടനം ചെയ്യുന്ന ബൈപ്പാസ് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നാടിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാത്തതാണ് എന്ന കാഴ്ചപ്പാടോടെ നടപ്പാക്കാനാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത 2020 ആകുമ്പോഴേക്ക് ആ ജലപാത പൂർണ്ണതയിൽ എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സ്നേഹബുദ്ധിയ കുറ്റപ്പെടുത്തിയ കാര്യം ഇന്ന് തീർത്തും മാറ്റിമറിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അഷ്ടമിയുടെ തീരത്ത് നിൽക്കുമ്പോൾ തനിക്ക് പ്രളയത്തിന് ശേഷമുള്ള അതിജീവനം ദർശിക്കാൻ സാധിക്കുന്നു. കൊല്ലം ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിന് സർക്കാർ വഹിച്ച പങ്ക് അഭിനന്ദനാർഹമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. On the banks of the Ashtamudi Lake, I sense recovery from the floods of last year. But we have to work harder to rebuild Kerala. I congratulate you for completion of this bypass, which will make life easier for the people. Ease of living for the people is a commitment of my government. We believe in Sabka Saath, Sabka Vikas. കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബൈപ്പാസ് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സഹകരിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന വിമർശനം തെറ്റെന്ന് തെളിഞ്ഞെന്ന് മുഖ്യമന്ത്രി സദസ്സിൽ പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ബൈപ്പാസ് പദ്ധതിയും ഇതിന് തെളിവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങൾ നൽകുവാനായി രാജ്കുമാർ ചേർന്നു. രാജ്കുമാർ, കൂടുതൽ വിശദാംശങ്ങൾ. ഒരു അഭിമാന മുഹൂർത്തമായിരുന്നു കൊല്ലം ജനതയെ സംബന്ധിച്ച്. കാരണം പതിറ്റാണ്ടുകളായി ഇത് നടക്കുമോ എന്ന് ഒരു ആശ്ചര്യം പ്രകടിപ്പിച്ചവരും സംശയം പ്രകടിപ്പിച്ചവർക്ക് മുമ്പിലാണ് കഴിഞ്ഞ ഈ ഇടതുപക്ഷ സർക്കാർ, ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ എത്തിയ ഉടൻ തന്നെ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഓരോ ദിവസവും ഇതിന് ഇത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നുള്ള കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് കരാറുകാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിന് മോണിറ്റർ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളായത് കല്ലായാലും മണലായാലും ഇത് നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവനും ആവശ്യത്തിനുള്ള
സാധനങ്ങൾ മുഴുവനും നിർമ്മാണ വസ്തുക്കൾ എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് സർക്കാർ അതിന് പൂർണ്ണമായും അതിന് പിൻബലം നൽകുകയും നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതാണെന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. അതിൽ ശ്രദ്ധേയമായ കാര്യം, കേരളത്തിന്റെ പുനർനിർമ്മാണം എന്നുള്ള ഒരു പ്രക്രിയ, അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത് ഇടതുപക്ഷത്തെ പിണറായി സർക്കാരാണ്. ആ മുദ്രാവാക്യത്തിന് പിന്തുണ കൊടുക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ. അതുകൊണ്ടാണ് റീബിൽഡ് കേരള എന്നുള്ള അദ്ദേഹം അടിവരയിട്ട് അത് ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഫ്ലഡിന് ശേഷമുള്ള പശ്ചാത്തലത്തിൽ കേരളം ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ഇതിന്റെ ബൈപ്പാസ് നിർമ്മാണത്തിലെ ഈ സർക്കാരിന്റെ അതിനകത്തുള്ള നടപടികളെ അദ്ദേഹം പ്രകീർത്തിക്കുകയും ചെയ്തു, അഭിനന്ദിക്കുകയും ചെയ്തു. തിരികെ അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സഹായത്തിനും സഹകരണത്തിനും നന്ദി പറയുകയും ഇതിന്റെ ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാർ വികസനത്തിന്റെ പാതയിൽ കൈകോർക്കുന്നതിന്റെ ഒടുവിലത്തെ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോഴത്തെ ബൈപ്പാസിന്റെ ഇന്നത്തെ ഉദ്ഘാടന വേദി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം ബോട്ട് ഷോ തന്നെ നടന്നു. മന്ത്രിമാരായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മ, കെ രാജു, MLA മാർ മുകേഷ്, ചവറ വിജയൻപിള്ള, നൌഷാദ്, അതുപോലെ കൊല്ലം മേയർ അഡ്വക്കേറ്റ് ബി രാജേന്ദ്രബാബു, CPM സംസ്ഥാന സെക്രട്ടറി അംഗം KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് പാടുകൂറ്റനായിട്ടുള്ള വലിയ ഒരു റോഡ് ഷോ തന്നെ, മനോഹരമായ റോഡ് ഷോ ഈ ബൈപ്പാസ് വഴി അഷ്ടമുടിക്കായലിലൂടെ പുറകെയുള്ള പാലങ്ങൾ വഴി കടന്നുപോയി. അതേസമയം തന്നെ UDF-ന്റെ ഒരു റോഡ് ഷോയും കല്ലമ്പാരത്ത് തിരികെ ഇങ്ങോട്ടും വരുന്നുണ്ടായിരുന്നു. എന്തായാലും ജനങ്ങൾ ഒരു ഉത്സവമാക്കി മാറ്റിയതിന്റെ ഒരു കാഴ്ചയാണ് ഇന്ന് ഈ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് ശേഷവും നടന്ന സംഭവങ്ങളെല്ലാം കാണുന്നത്. ശരി രാജ്കുമാർ. മുനമ്പം മനുഷ്യക്കടത്തിൽ ദില്ലിയിൽ നിന്ന് പോയവരുടെ വീടുകളിൽ കേരള പോലീസ് തെരച്ചിൽ നടത്തി. ദൃശ്യങ്ങൾ പീപ്പിളിന്. ഓസ്ട്രേലിയയിലേക്ക് കടന്നെന്ന് സംശയിക്കുന്ന വിഷ്ണുകുമാറിന്റെ വീട്ടിലാണ് പോലീസ് തെരച്ചിൽ നടത്തിയത്. മുനമ്പം മനുഷ്യക്കടത്ത് വിഷയത്തിൽ ഇതാദ്യമായാണ് കേരളത്തിന് പുറത്തുള്ള പോലീസ് തെരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ശരത്, എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? അശ്വതി, മുനമ്പം മനുഷ്യക്കടത്ത് സംഭവത്തിൽ ദില്ലിയിൽ നിന്ന് പോയ നിരവധി പേരാണ് ഓസ്ട്രേലിയയിലേക്ക് ദില്ലിയിൽ നിന്ന് കടന്നതായി സംശയിക്കുന്നത്. അത്തരത്തിൽ മുനമ്പം വഴി ഓസ്ട്രേലിയയിലേക്ക് കടന്നെന്ന് സംശയിക്കുന്ന ദില്ലി സ്വദേശികളായ ആളുകളുടെ വീടുകളിലാണ് കേരള പോലീസ് ഇന്ന് തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് കടന്നെന്ന് സംശയിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളായ വിഷ്ണുകുമാറിന്റെ വീട്ടിലാണ് കേരള പോലീസ് തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് മകൻ തന്നോട് സംസാരിച്ചിരുന്നതായി പോലീസിനോട് വിഷ്ണുകുമാറിന്റെ അച്ഛൻ ഹനുമന്തപ്പ മൊഴി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് തയ്യാറായിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ ഒരു പ്രദേശത്ത് ദില്ലി അംബേദ്കർ കോളനിയുടെ വിവിധ പ്രദേശങ്ങളിൽ കേരള പോലീസ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു. വലിയ ഒരു 100-ലേറെ ആളുകളാണ് അംബേദ്കർ കോളനിയിൽ നിന്ന് മാത്രം ഈ രീതിയിൽ മനുഷ്യക്കടത്തിന് വിധേയരായിട്ടുള്ളത് എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. ഇതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഏറെ വലിയ ഒരു തെരച്ചിൽ ഇത് സംബന്ധിച്ച് നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വിഷ്ണുകുമാറിന്റെ വീട്ടിൽ തെരച്ചിൽ നടത്തിയ പോലീസിന് അദ്ദേഹത്തിനെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്ന ഫോട്ടോയോ അതുമല്ലെങ്കിൽ രേഖകളോ ഒന്നും തന്നെ പോലീസിന്റെ കയ്യിൽ ലഭിച്ചില്ല. അതേസമയം തന്നെ മകൻ നേരത്തെ തന്നെ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് തന്നോട് സംസാരിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പിതാവ് വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഭാര്യയും മക്കളെയും ഒക്കെ തന്നെ കൂട്ടിക്കൊണ്ട് വിദേശത്തേക്ക് പോകുവാനാണ് താല്പര്യപ്പെട്ടത് എന്നും പറയുകയുണ്ടായി. ഏതായാലും ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഈ വിഷ്ണുകുമാർ ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ പുറത്തേക്ക് പോയി എന്ന് സംശയിക്കുന്ന ആളുകൾ വീടുകളിലേക്ക് എത്തിയത് എന്നും ഈ വിഷ്ണുകുമാറിന്റെ പിതാവ് ഹനുമന്തപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരാഴ്ചയോളം ഇത് സംബന്ധിച്ച് ദില്ലി അംബേദ്കർ കോളനി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം കേരള പോലീസ് തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് മുനമ്പം മനുഷ്യക്കടത്തിന് ബന്ധങ്ങളുണ്ട്, കണ്ണികളുണ്ട് എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഷാബു മാത്യു, മേരിദാസ് എന്നീ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിൽ പരിശോധനകൾ ആരംഭിച്ചത്. വരുന്ന ഒരാഴ്ചക്കാലവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ ഒരു സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ അനുമാനം ഈ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യക്കടത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കും എന്നുള്ള ആ രീതിയിലുള്ള വിവരങ്ങൾ പോലീസിന് ഈ ഒരു ദിവസത്തെ തെരച്ചിലിൽ നിന്ന് ലഭിച്ചു എന്നുമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ദില്ലി അംബേദ്കറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യ കടത്ത് സംഘം വ്യാപകമായി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. വരും ദിവസങ്ങളിൽ ഒരാഴ്ചക്കിടയിൽ കൂടുതൽ ബന്ധങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ
പോലീസ് വാർത്തകൾ തുടരുന്നു. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ജനുവരി 22 പരിഗണിക്കില്ല. ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിലായതിനാൽ ഹർജി പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചൂണ്ടിക്കാണിച്ചു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ജനുവരി 22 പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചത്. എന്നാൽ വിധി പുറപ്പെടുവിച്ച ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ ഹർജി പരിഗണിക്കുന്നത് സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചികിത്സയ്ക്കായി അവധിയിലാണ്. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നത് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യം അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറ ചീഫ് ജസ്റ്റിസ് മുമ്പാകെ മെൻഷൻ ചെയ്തപ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനുവരി 22 കേസ് സുപ്രീം കോടതിയുടെ പരിഗണയ്ക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം. യുവതീ പ്രവേശന വിധിയോട് വിയോജിച്ച ഏക ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. അവധി എത്ര ദിവസം ഉണ്ടെന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. യുവതീ പ്രവേശനത്തിനെതിരെ 50ഓളം പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. കേസ് തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോഴുണ്ടായ ബുദ്ധിമുട്ടും അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ഇതുവരെ യുവതികൾ പ്രവേശിച്ച കണക്കും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിൽ പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി കെ സുരേന്ദ്രൻ സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി തള്ളി. ശബരിമലയിൽ സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ഇളവ് നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഹർജി തള്ളിയത്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടി ഹൈക്കോടതിയിലെത്തിയ സുരേന്ദ്രന് കടുത്ത വിമർശനമാണ് ഇന്നും കേൾക്കേണ്ടി വന്നത്. സുരേന്ദ്രൻ ഇപ്പോൾ എന്തിനാണ് ശബരിമലയിൽ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. അക്രമം ഉണ്ടാക്കാനല്ലേ പോകുന്നതെന്നും കോടതി വിമർശിച്ചു. പരോളിലുള്ള പ്രതികൾ വരെ മലയിൽ പോകുന്നുണ്ടെന്ന് സുരേന്ദ്രന്റെ അഭിഭാഷകൻ വാദിച്ചു. ശബരിമലയിൽ സ്ത്രീകളെ തടഞ്ഞവർക്ക് ഈ ആനുകൂല്യം നൽകാനാവില്ലെന്ന് ഇതിന് മറുപടിയായി കോടതി വ്യക്തമാക്കി. സുരേന്ദ്രന്റെ ഹർജിയെ പോലീസ് ശക്തമായി എതിർത്തു. ഇതുകൂടി അംഗീകരിച്ചാണ് ഹർജി തള്ളിയത്. സുരേന്ദ്രന് വേണമെങ്കിൽ ഇളവിനായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോഴും കോടതി സുരേന്ദ്രനെ നിശിതമായി വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമലയിൽ സർക്കാരിന് രഹസ്യ അജണ്ട ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. സുപ്രീം കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് സർക്കാരിന്റെ അജണ്ടയെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. നിരീക്ഷണ സമിതി റിപ്പോർട്ട് പരിശോധിക്കവെ കോടതി നടത്തിയ പരാമർശങ്ങൾക്കുള്ള വിശദീകരണമായാണ് സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ശബരിമലയിലെത്തുന്ന പുരുഷ ഭക്തന്മാരുടെ വിശ്വാസം പരിശോധിച്ചറിയുക സാധ്യമല്ലെന്ന് സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിശ്വാസവും പരിശോധിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നത് ലിംഗവിവേചനവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി. സർക്കാരിന് സ്ത്രീ പ്രവേശനത്തിൽ രഹസ്യ അജണ്ടയില്ല. സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്ന അജണ്ട മാത്രമേ സർക്കാരിനുള്ളൂ. രഹസ്യ അജണ്ടയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു പാർട്ടിയും അവരുടെ അനുബന്ധ സംഘടനകളുമാണ്. ബിന്ദുവും കനകദുർഗയും അവിശ്വാസികളാണെന്ന വാദം തെളിയിക്കാൻ വേണ്ട രേഖകളില്ല. സ്ത്രീ പ്രവേശനത്തിൽ ബാഹ്യ ഏജൻസിയുടെ ഇടപെടലുണ്ടെന്ന വാദത്തിന് അടിത്തറയില്ല. 2 സ്ത്രീകൾ മല കയറിയതിനാൽ ശബരിമലയിൽ കുഴപ്പങ്ങളില്ല. സാധുക്കളായ 2 യുവതികൾ ശബരിമലയിൽ കയറിയതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. നിരീക്ഷണ സമിതി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിഗണിക്കവേ ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനുള്ള വിശദീകരണം എന്ന നിലയ്ക്കാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. സാലി മുഹമ്മദ്, കൊച്ചി. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് ഉത്സവം പൂർത്തിയായി. മകരമാസ പൂജയ്ക്ക് ഇന്ന് രാവിലെ നട തുറന്നു. അതേസമയം സമാധാനപരമായി മണ്ഡലകാലം പൂർത്തിയായെന്നും സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി നീട്ടിവച്ചതിൽ ബോർഡിന് ആശങ്കയില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ ദുരൂഹതയേറുന്നു. മനുഷ്യക്കടത്താണോ അതോ വിദേശത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണോ നടന്നതെന്നാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ കേരളത്തിലെത്തിയ സംഘം താമസിച്ചിരുന്ന ലോഡ്ജുകളിൽ പോലീസ് പരിശോധന നടത്തി. വിവരങ്ങൾ ശേഖരിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഡൽഹിയിൽ നിന്നെത്തിയതെന്ന് കരുതുന്ന സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുനമ്പത്തെയും ചോറ്റാനിക്കരയിലെയും ലോഡ്ജുകളിലാണ് പ്രധാനമായും പോലീസ് പരിശോധന നടത്തിയത്. മുനമ്പം തീരത്ത് നിന്ന് യാത്ര തിരിച്ചവരെന്ന് കരുതുന്നവരുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്നവരെന്ന് കരുതുന്നവരുടെ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും യുവാക്കളുമുണ്ട്. ചോറ്റാനിക്കരയിലെ 3 ലോഡ്ജുകളിലായി മാത്രം ഈ സംഘത്തിൽപ്പെട്ട 80ഓളം പേർ താമസിച്ചിരുന്നതായി വ്യക്തമായി. സംഘത്തിൽപ്പെട്ട യുവതി ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചതായും വിവരം ലഭിച്ചിരുന്നു. ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞാണ് ലോഡ്ജിൽ താമസിക്കാനെത്തിയതെന്ന് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ലോഡ്ജ് ജീവനക്കാരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. 2 സ്ത്രീകളുണ്ടായിരുന്നു, പിന്നെ ഒരു 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, 2 കൊച്ചുകുട്ടികളുണ്ടായിരുന്നു.
പിന്നെ 3-4 ആണുങ്ങളും ഉണ്ടായിരുന്നു. അവർ ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷും സംസാരിക്കും. നമ്മളോട് ചോദിക്കും അവർ ഏതാ ലാംഗ്വേജ് എന്ന് ചോദിച്ചു. അപ്പോൾ മലയാളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദി സംസാരിക്കും. ഇംഗ്ലീഷ് അറിയാവുന്നുണ്ടെങ്കിൽ അവർ വേറെ ഭാഷകളാണ് സംസാരിക്കുക. എന്നാൽ ഈ സംഘത്തിലെ ആരും ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. പിന്നെന്തിന് സംഘം ഇത്രയും ദിവസം ഇവിടെ താമസിച്ചു എന്ന ചോദ്യമാണ് മനുഷ്യക്കടത്തെന്ന സംശയം ബലപ്പെടുത്തുന്നത്. ദിവസങ്ങൾ കഴിയുന്തോറും മുനമ്പം മനുഷ്യക്കടത്ത് കേസിന്റെ ദുരൂഹതകൾ ഏറി വരികയാണ്. ഇക്കഴിഞ്ഞ 12-ന് സംഘം മുനമ്പം തീരം വിടുന്നതിന് മുൻപ് ഒരാഴ്ചയോളം സംഘം ചോറ്റാനിക്കരയിലും മുനമ്പത്തും ചെറായിലുമായി താമസിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഡൽഹി കേന്ദ്രമായ വൻ മനുഷ്യക്കടത്ത് റാക്കറ്റാണോ സംഭവത്തിന് പിന്നിലെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം ഡൽഹിയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവർ തീരം വിടാൻ ഉപയോഗിച്ച ബോട്ടിന്റെ ഉടമയെ ഉടൻ കണ്ടെത്തി ചോദ്യം ചെയ്യും. അതേസമയം ബോട്ട് കണ്ടെത്തുന്നതിനായി നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തുന്ന തിരച്ചിൽ തുടരുകയാണ്. വിദേശത്ത് നിന്നും കടൽ മാർഗം കേരള തീരത്തേക്ക് നുഴഞ്ഞുകയറ്റം നടക്കാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. വരും ദിവസങ്ങളിലും ലോഡ്ജുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരാനാണ് പോലീസിന്റെ തീരുമാനം. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. സംവിധായകനും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. നാളെ രാവിലെ കലാഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, അന്തിമോപചാരം അർപ്പിക്കുവാനായി ആരൊക്കെ എത്തിച്ചേരും? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അശ്വതി, വൈകുന്നേരം 5:15 കൂടിയാണ് ചെന്നൈയിൽ നിന്നും അപ്പോളോ ആശുപത്രിയിൽ നിന്നും മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം പണ്ഡിറ്റ് കോളനിയിലെ വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അതോടൊപ്പം പൊതുരാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും സാംസ്കാരിക മേഖലയിലെയും പ്രമുഖർ ഇവിടെ ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹത്തിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യാത്രയാക്കിയതിനു ശേഷം ഇവിടേക്ക് എത്തും എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, CITU സംസ്ഥാന അധ്യക്ഷൻ ആനത്തലവട്ടം ആനന്ദൻ, അതോടൊപ്പം പ്രമുഖ സിനിമാ സംവിധായകനായ TV ചന്ദ്രൻ, പ്രമുഖ നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ അടക്കമുള്ള പ്രമുഖർ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും വലിയ ബന്ധങ്ങളുള്ള വ്യക്തിയാണ് ലെനിൻ രാജേന്ദ്രൻ. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം കൊണ്ടുവരുന്നത് അറിഞ്ഞ് ഒരു വലിയ ജനാവലി ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ഇപ്പോഴും ഒരു ക്യൂ ഇവിടെ വീടിന് മുന്നിലുണ്ട്. ആളുകൾ ഇങ്ങനെ അണമുറിയാതെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ പ്രിയ സംവിധായകന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി. ഇവിടെ മൃതദേഹം മുഴുവനായി ഇന്നിവിടെ പൊതുദർശനത്തിൽ വെക്കും. നാളെ രാവിലെ 10 മണിയോടുകൂടി ഇവിടെ നിന്നും കലാഭവനിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലകളിൽ ഒന്നായ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കൂടി സ്ഥിതി ചെയ്യുന്ന അവിടേക്കായിരിക്കും കൊണ്ടുപോവുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കലാലയമായ യൂണിവേഴ്സിറ്റി കോളേജ്, അദ്ദേഹം തന്റെ സിനിമ മേഖലയ്ക്ക് തുടക്കം കുറിച്ച, രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തും. അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 മണിയോടുകൂടി ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കും. ആ രൂപത്തിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുക എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു വലിയ ജനാവലി ഇവിടേക്ക് ഇപ്പോൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വതി, ചെറുകിട വ്യവസായങ്ങളെ തരംതിരിക്കുന്നതിന് ടേൺ ഓവർ സമ്പ്രദായം കൊണ്ടുവരാനുള്ള നീക്കം പ്രതിഷേധാർഹമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ. ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടാൻ ഇത് ഇടയാക്കുമെന്ന് പ്രസിഡന്റ് M ഖാലിദ്, സെക്രട്ടറി A നിസാമുദ്ദീൻ എന്നിവർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. ധനകാര്യ സ്ഥാപനങ്ങൾ ചെറുകിട വ്യവസായ മേഖലയോട് അവഗണന കാട്ടുന്നതായും അവർ ആരോപിച്ചു. കാർഷിക ലോൺ കൊടുക്കുന്ന മാതിരി തന്നെ പലിശ കുറച്ചുകൊണ്ട് ചെറുകിട വ്യവസായങ്ങൾക്ക്